ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. प्रश्नकाल के बाद आपको उचित नियम प्रक्रियाओं के तहत सभी मुद्दों पर चर्चा करने का अवसर दिया जाएगा. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി. आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया और प्रधानमंत्री जी ने ये भी कहा कि पेपर लीक सिर्फ एक राज्य का मामला नहीं है, सिर्फ केंद्र सरकार का मामला नहीं, दलगत राजनीति का विषय नहीं है, ये देश का विषय है और युवाओं का भविष्य के साथ कोई खिलवाड़ नहीं होने के लिए और खिलवाड़ नहीं करने देने के लिए सख्ती से कदम भी उठाए, सजा भी दे दोषियों को और फिर फुल प्रूफ सिस्टम काम जो अभी कर रहे हैं उसमें भी सब मिल करके करें. വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുംഗിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്.
25ഓളം പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154ഉം കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154ന്റെ കമാൻഡർ കമഡോർ മിലിന്ദ് M മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി. ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാണ്ഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി, കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53ഓളം ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു.
കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.